dear student, welcome back to Learn and Grow with Sumi. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിലെ മലയാളം ഫസ്റ്റ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം. 1.5 hours ആണ് ടൈം വരുന്നത്. 40 മാർക്കാണ് 12. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം വരുന്നത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ യാർ മറക്കും. പനിനീർ പൂവ് എന്ന ഈ പദ്യഭാഗത്തിൽ നിന്നുള്ളതാണ്. ഈ വരികളിൽ നിങ്ങളെ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പൂക്കളെ, വണ്ടുകളെ, തെന്നലിനെ, പാട്ടിനെ. എന്തിനെയാണ്? പൂക്കളെയാണ് അല്ലേ? പൂക്കളെയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാ ഭാഗത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഓക്കെ, അപ്പോൾ താഴെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് പറയാനാണ് കേട്ടോ. അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം. അമ്മയ്ക്ക് ശരണാലയത്തിൽ പോകാൻ വലിയ താല്പര്യമുണ്ട്. അമ്മ ശരണാലയത്തിലേക്ക് പോകുന്നില്ല. ആ സ്റ്റോറി നമുക്കറിയാം അല്ലേ? അതിൽ അമ്മക്ക് ശരണാലയത്തിൽ പോകാനായിട്ട് ഇഷ്ടമില്ല, പക്ഷെ മക്കളുടെ നിർബന്ധപ്രകാരം അമ്മ പോവുകയാണ് അല്ലേ? അപ്പോൾ മക്കളുടെ തീരുമാനമാണ് അത്. അപ്പോൾ സി ആണ് കേട്ടോ, ഒന്ന് മാത്രം ശരി, അത് മാത്രമാണ് ശരിയായത്. നെക്സ്റ്റ്, പാടുമ്പോൾ മനസംതൃപ്തിയാണ് പ്രധാനം. അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? അപ്പോൾ മനസംതൃപ്തി നമുക്കറിയാം അല്ലേ? അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഒരു മനസ്സിന്റെ സംതൃപ്തി അല്ലേ? അപ്പൊ ഇവിടെ ശരി ഉത്തരം വരുന്നത് സി, മനസ്സിന്റെ സംതൃപ്തി. 4, ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏത്? സന്തോഷച്ചിരി. സന്തോഷച്ചിരി എന്നാണ് അല്ലേ? അപ്പൊ പിരിച്ചെഴുതുമ്പോൾ നമ്മൾ ആ ചാക്ക് ഇടാൻ പാടില്ല അല്ലേ? പിന്നെ വഴിക്കണക്ക് അതും അങ്ങനെ തന്നെയാണ്. എന്റെയും വികൃതമായ, വികൃതം പ്ലസ് ആയ എന്നാണല്ലേ വേണ്ടത്. അപ്പം ഇതിൽ ശരിയായി വന്നിട്ടുള്ളത് എൻ്റെയുമാണ് കേട്ടോ. 3 ശരി, സി 3 ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നോക്കാം. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 മാർക്ക് വീതമാണ് കേട്ടോ. നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. തിങ്കളാഴ്ച നല്ല ദിവസത്തെ അമ്മ പറയുന്ന വാക്കുകളാണ് അല്ലേ? തിരക്കഥ സന്ദർഭം വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. കഥയിലെ കേന്ദ്രവും കരുത്തുറ്റുമായ കഥാപാത്രമാണ് അമ്മ അല്ലേ? അവരുടെ വ്യക്തിത്വം ലളിതവും എന്നാൽ ദൃഢവുമാണ്. ഗ്രാമീണ ജീവിതത്തോടും സ്വന്തം ചുറ്റുപാടുകളോടുമുള്ള ആഴത്തിലുള്ള അടുപ്പം അവരുടെ സ്വഭാവത്തെ നിർവചിക്കുന്നു. ആടിനെയും പശുവിനെയും പരിപാലിക്കുന്നതിലും വീട്ടുജോലികളിലും അവർക്ക് ഒരു തരം സമാധാനം കണ്ടെത്താൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരിയായ ഒരു അമ്മയാണല്ലേ. അവർ തൻ്റെ വീട്ടിലെ ആടിനെയും പശുവിനെയും ഒക്കെ നോക്കിയിട്ടാണ് അവരുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ? പക്ഷെ അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു? ആ നാട്ടിൻ പുറത്തുള്ള അവരുടെ വീട് വിൽക്കുകയും അമ്മയെ ശരണാലയത്തിൽ കൊണ്ടാക്കാനും ശ്രമിക്കുകയാണ് അല്ലേ? അപ്പം അപ്പോഴാണ് അമ്മ പറയുന്നത്, നിങ്ങളാരും എന്നെ നോക്കാനായിട്ട് അങ്ങോട്ട് വന്നേക്കരുതെന്നല്ലേ? അപ്പോൾ ഗോപനും നാരായണൻ കുട്ടിയും ചേർന്ന് വീട് വിൽക്കാനും തന്നെ മാറ്റാനും ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ ഒരു വിതുമ്പൽ വരുന്നുണ്ടെങ്കിലും ഉടൻ തന്നെ അവർ അത് നിയന്ത്രിക്കുന്നു. ഇത് അമ്മയുടെ മാനസിക ശക്തിയെയും വൈകാരിക നിയന്ത്രണത്തെയും കാണിക്കുന്നു. അവസാന അധ്യായത്തിൽ അമ്മയുടെ നിലപാട് അതീവ ദൃഢവും വേദന നിറഞ്ഞതുമാണ് അല്ലേ? വീട് വിട്ടു പോരുമ്പോൾ അവർ കരിയുന്നില്ല, പകരം മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയ ഒരു തരം പ്രത്യേക പ്രസന്നതയുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവൃത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ്. ആർക്കും ഭാരമാവില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സ്വയം ഒറ്റപ്പെടാൻ അവർ തീരുമാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെയും സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട്. പാടി വിടാത്ത കരങ്ങൾ. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വ്യക്തമാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് യേശുദാസിൻ്റെ ആ ഒരു അഭിമുഖം ഉണ്ടല്ലോ, പാടി വിടാത്ത കടങ്ങൾ, അതിൽ അദ്ദേഹം പറയുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ യോജിക്കുന്നുണ്ടല്ലേ? നമ്മളുടെ ഓരോരുത്തരുടെയും വിജയത്തിന് പിന്നിൽ എന്തുണ്ട്? നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും ഒക്കെ കരുതലുണ്ടാവും അല്ലേ? ആരുടെ വിജയത്തിൽ പിന്നിലായാലും ഒക്കെ പറയാം. പാടി വീടാത്ത ഘടകങ്ങൾ എന്ന അഭിമുഖത്തിൽ യേശുദാസ് തൻ്റെ വിജയത്തിന് പിന്നിലുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പണമില്ലാതെ വിഷമിച്ചപ്പോൾ മത്തായി എന്ന ടാക്സി ഡ്രൈവർ നൽകിയ 16 രൂപയും അച്ഛൻ്റെ മരണസമയത്ത് ബില്ലടിക്കാൻ പണമില്ലാതെ വിഷമിച്ചപ്പോൾ പി ഭാസ്കരൻ മാഷ് നൽകിയ 800 രൂപയും
യേശുദാസിൻ്റെ ജീവിതത്തിൽ ചെറിയ സഹായങ്ങളായിരുന്നില്ല, അത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകി. ഈ ചെറിയ സഹായങ്ങളാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ ഗാനഗന്ധർവനാക്കി വളർത്തിയത്. അല്ലേ? ഇതിനെയാണ് അദ്ദേഹം പാടി വീരാത്ത കടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി വിജയിക്കുമ്പോൾ ആ വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, ചിലപ്പോൾ അപരിചിതർ പോലും ഉണ്ടാവാം. അല്ലേ? പലപ്പോഴും ഒരു നല്ല വാക്കോ ചെറിയ സഹായമോ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ സ്നേഹവും കരുതലും സഹനവും ആത്മവിശ്വാസവും വളർത്താനും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും നമ്മെ സഹായിക്കും. ഈ ബന്ധങ്ങളെ ഓർക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. സെവൻത്ത് ക്വസ്റ്റ്യന്, അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ അതിന് താഴെയുള്ള ബി ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാവുന്നതാണ്. ഏതൊരു പാഴ്മണൽ കാടുതൻ നിങ്ങളാൽ പുതമാം നന്ദനമാകുന്നില്ല. പനിനീർ പൂവ് എന്ന പദ്യഭാഗത്തിൽ നിന്നുള്ള 2 ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കവിയുടെ ഈ നിരീക്ഷണത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കാനാണ്. അപ്പോൾ ഇതിലൂടെ എന്താണ് പറയുന്നത്? പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പുതമാം നന്ദനമാകുന്നില്ല. ഏതൊരു പാഴ്മണലും പൂക്കളുടെ സൗന്ദര്യം കൊണ്ട് എന്താവും? നന്ദനം. നന്ദനം എന്ന് വെച്ചാൽ സ്വർഗത്തോപ്പാക്കി മാറ്റാമെന്നാണ് പറയുന്നത്. അല്ലേ? പൂക്കൾക്കുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മളുടെ കവി ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പൂക്കളുടെ സ്വാധീനം എത്ര വലുതാണെന്ന് കാണിക്കാൻ പാഴ്മണൽ കാട് പോലും നന്ദനം, സ്വർഗത്തോപ്പ് ആകുന്നു എന്ന അതിശയോക്തിപരമായിട്ടാണ് ഇവിടെ പറയുന്നത് കവി. അല്ലേ? അപ്പോൾ ഈ പനിനീർ പൂവ് എന്ന പാഠഭാഗത്തിൻ്റെ ശബ്ദഭംഗി, പ്രയോഗഭംഗിയൊക്കെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ആ ഒരു ചാപ്റ്ററിലെ പൂക്കളുടെ ഭംഗിയെക്കുറിച്ചും അത് മനുഷ്യന് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചൊക്കെയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നിരിക്കുന്നത്. അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യ ജീവിതത്തിന് നൽകുന്ന സന്തോഷത്തെയും മഹത്വത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പനിനീർ പൂവ് എന്ന കവിത ആരംഭിക്കുന്നത് മനോഹരമായ ഒരു പനിനീർ പൂവിനോട് കവി പരിഹാസരൂപേണ ചോദ്യങ്ങൾ ചോദിക്കുന്നതോടെയാണ്. പൂവിൻ്റെ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ചും, ക്ഷണികം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്ന ജീവിതമാണ്. അല്ലേ? അപ്പോൾ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ വീണു പോകുമെന്നോർക്കാതെ പുഞ്ചിരിക്കുന്നതിലെ വ്യവർത്ഥതയെക്കുറിച്ചാണ് കവി ചോദിക്കുന്നത്. എന്നാൽ പൂവ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. പകരം തലയാട്ടിക്കൊണ്ട് കവിയുടെ തെറ്റിദ്ധാരണയെ സൗമ്യമായി തിരുത്തുകയാണ് ചെയ്യുന്നത്. ഈ നിശബ്ദമായ പ്രതികരണം കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു. മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി വിശദമാക്കാനാണ് കേട്ടോ. മന്ദാരപ്പൂ പോലെ എന്ന് വെച്ചാൽ ഈ പ്രയോഗം നീലകണ്ഠൻ്റെ ചിരിയെയാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നീലകണ്ഠൻ്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഈ ഉപമയിലൂടെ വായനക്കാർക്ക് അനുഭവവേദ്യമാകുന്നു. നീലകണ്ഠൻ ചോദിക്കുമ്പോൾ അച്ഛനില്ലാത്ത നീലകണ്ഠൻ്റെ സങ്കടങ്ങൾ ഓർത്ത് അനുതാര വിഷമിക്കുന്നതും അവൾ തൻ്റെ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും നീലകണ്ഠൻ അച്ഛനിൽ നിന്ന് ആവർത്തിച്ച് പറയുന്നതും അതിനെ തുടർന്ന് അച്ഛൻ നീലകണ്ഠന് കൊടുക്കാൻ ഒരു പെൻസിൽ വാങ്ങി നൽകുന്ന സന്ദർഭം, അതൊക്കെ നിങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കണം കേട്ടോ. ഈ കഥയിലുടനീളം രോഗം കാരണം സ്കൂളിൽ ശരിക്കും പോകാൻ പറ്റാത്ത അനുതാരയെക്കുറിച്ചാണ്. അല്ലേ? അപ്പോൾ അവൾ വല്ലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ അവളെ മറന്നിട്ടുണ്ടാകും. പക്ഷെ നീലകണ്ഠന് മാത്രമാണ് അവളോട് എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്നത്. അല്ലേ? അപ്പോൾ അവൾ നീലകണ്ഠന് വേണ്ടി പരസ്പരം കുറേ സമ്മാനങ്ങൾ കൊടുക്കും. അപ്പം നീലകണ്ഠനും തിരിച്ച് അവൾക്ക് മയിൽപ്പീലിയും മറ്റു സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അല്ലേ? പക്ഷേ അവസാനം നീലകണ്ഠന് തൻ്റെ ഒരു പനി വന്നതിന് ശേഷം തൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും അവർ അവിടെ നിന്ന് പോവുകയുമാണ് ചെയ്യുന്നത്. അല്ലേ? ഒരു സ്റ്റോറി നിങ്ങൾക്കറിയാലോ. നെക്സ്റ്റ് നോക്കാം. അരപുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനുള്ളത് എന്ന് വെച്ചാൽ ഒരു പകുതി പേജായിട്ട് എഴുതണം. ഒരു പേജിൻ്റെ പകുതി എഴുതണം. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. പിന്നെ അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആ 2 ഘടകങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. മുകളിൽ നൽകിയ സന്ദർഭങ്ങളിലെ ജീവിത സന്ദേശം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. ഈ സന്ദർഭങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജീവിത സന്ദേശം നന്ദിയും കടപ്പാടും മനുഷ്യജീവിതത്തിൽ എത്ര പ്രധാനമാണെന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ ആദ്യമായി പാടിയ യേശുദാസ് ആ വരികളിലെ ആത്മീയതയും മൂല്യങ്ങളും ജീവിത ദർശനമായി സ്വീകരിച്ചു. കൂടാതെ തൻ്റെ വളർച്ചയും വിജയത്തിനും വഴിതെളിച്ചവർക്ക് അദ്ദേഹം എപ്പോഴും കടപ്പാടോടെ നിന്നു. ഇതിലൂടെ ലഭിച്ച സഹായം ഒരിക്കലും മറക്കാതെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾക്കും പ്രചോദനങ്ങൾക്കും പിന്നിലുള്ളവരെ മാനിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം.
രണ്ട് കടങ്ങളെക്കുറിച്ച് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ആദ്യമായി സിനിമയിൽ പാടാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണമില്ലാതെ വിഷമിച്ച യേശുദാസിന് ടാക്സി ഡ്രൈവറായ മത്തായി ഒരു മടിയും കൂടാതെ 16 രൂപ നൽകിയതും, അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിലെ ബില്ലടക്കാൻ പണമില്ലാതെ ദുഃഖിച്ചു നിന്ന യേശുദാസിനെ പി ഭാസ്കരൻ മാഷ് സഹായിച്ച 800 രൂപയും ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ കടപ്പാടുകളായ 2 കടങ്ങൾ. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ ആദ്യമായിരുന്നു വലിയൊരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷേ ഇതിൻ്റെ ഇടയിലായിട്ടാണ് അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ആൻസർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല, കാരണം നമ്മളുടെ എക്സാമിന് ഏത് പാരഗ്രാഫ് വന്നാലും അത് നന്നായിട്ട് നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുക. ഓക്കെ, എന്നിട്ട് വായിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. എങ്കിലും അന്നത്തെ ചില കദളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. കരിവിളക്കിൻ്റെ തിരുനാളം. ഇതുപോലെ നിങ്ങൾക്കും പ്രചോദനം നൽകിയ ഒരു അനുഭവത്തെക്കുറിച്ച് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കഥകളി വേഷത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചത് അല്ലേ. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വേണ്ട പാട്ട് പാടിയതോ ഡാൻസ് കളിച്ചതോ അങ്ങനെയുണ്ടായ ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ അനുഭവക്കുറിപ്പ് എഴുതാനാണ് കേട്ടോ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അമ്മ കരയുന്നില്ല. ഒരു തരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ കാറുന്നിടത്തെത്തി അമ്മ നിന്നു. പരിചരണ ഉത്തരവാദിത്വത്തെ ചൊല്ലിയുള്ള തർക്കം. മക്കൾ അമ്മയെ റോഡിൽ ഉപേക്ഷിച്ചു. മുകളിൽ നൽകിയ സൂചനകളും സമകാലീന സംഭവങ്ങളും വിശകലനം ചെയ്ത് കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാമെന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ശരണാലയം, വൃദ്ധസദനം പോലെയുള്ളത് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഈ അമ്മമാരെയൊക്കെ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് എഴുതാം നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളൊക്കെ ഈ അടുത്തായിട്ട് കൂടി വരികയാണ് അല്ലേ. പിന്നെ ഇന്നത്തെ വിഷയം കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് നമുക്ക് അതിൽ എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നു വയോധികരായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്ന സംഭവങ്ങൾ. ചിലപ്പോൾ വാർത്തകളിൽ കാണാം അവരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന മാനുഷിക സംഭവങ്ങളും. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മയുടെ അവസ്ഥയും ഇതിൻ്റെ ഒരു പ്രതിബിംബമാണ്. ജീവിതം മുഴുവനും മക്കൾക്കായി ബലികഴിച്ച അമ്മ അവസാനം സ്വന്തം വീട്ടിൽ പോലും സ്വാഗതം ചെയ്യപ്പെടാതെ പോയി. ഇന്ന് പല യുവാക്കളും ജോലി തേടി വിദേശത്തേക്ക് പോകുന്നു. തിരക്കേറിയ ജീവിതത്തിൽ മാതാപിതാക്കളെ നോക്കുക എന്നത് മറന്നു പോകുന്നു. സാമ്പത്തിക സുരക്ഷിതത്വത്തിനേക്കാൾ സ്നേഹവും മാനസിക പിന്തുണയും മാതാപിതാക്കൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കുന്നത് ഇന്നത്തെ വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കളോടുള്ള ആദരവും സ്നേഹവും കുട്ടിക്കാലം മുതൽ വളർത്തണം. അവരെ കുടുംബത്തിലെ ഭാഗമെന്ന നിലയിൽ ഉൾപ്പെടുത്തണം. കുടുംബമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക, അവരുടെ അഭിപ്രായം മാനിക്കുക, ഇവയാണ് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള വഴികൾ. ഓക്കെ, ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചെന്നതോമനെ മാപ്പ് നൽകൂ പനിനീർ പൂവ് എന്ന കവിത നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം. ഓക്കെ, ആദ്യം കവി പനിനീർ പൂവിനോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുന്നു അല്ലേ. 1-2 ദിവസം ജീവിക്കുന്ന നീ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതെന്നൊക്കെ. പിന്നീട് അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാനാണ്. അല്ലെങ്കിൽ ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ എന്ന് വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. താളുകൾക്കിടയിൽ ഒരു മൈപ്പിലി സൂചനയും കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യൻ ആൻസറും നീലകണ്ഠനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ ഈ കഥ എഴുതിയ കഥാകാരിയെയും ഒക്കെ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.